സുരേഷ് ഗോപി ആരാധകരൊക്കെ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമ കൂടിയാണ് JSK. നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഈ സിനിമയ്ക്ക് ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നേരിട്ട് അറിയില്ല. എങ്കിൽ തന്നെയും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിലവിൽ ഈ സിനിമ സെൻസർ ബോർഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം അതിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് നിലവിൽ എടുത്തു പറയുന്നത് വാർത്തകളിലൊക്കെ തന്നെ. എങ്കിൽ തന്നെയും ഞാൻ ഇതിനകത്ത് രണ്ട് കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സിനിമയുടെ നിലവിലെ പ്രശ്നങ്ങളും, രണ്ട്, സിനിമ ഇനി ഉള്ള ഇതുപോലുള്ള സിനിമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സെൻസർ ബോർഡ് എന്തൊക്കെ മുൻകരുതൽ എടുക്കണമെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സിനിമ സെൻസർ ബോർഡ് പ്രദർശനാനുമതി, ഇന്നത്തെ വാർത്തയാണ് ഞാൻ ഇന്നത്തെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നവരെയുള്ള നിലവിലെ അറിവാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. ആദ്യം, സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച സുരേഷ് ഗോപി ചിത്രം JSK ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള ഹൈക്കോടതി കാണുമെന്നാണ് പറയുന്നത്. അതായത് നിലവിലെ ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഹൈക്കോടതിക്ക് നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് സ്റ്റോപ്പ് ചെയ്തെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. സിനിമ കാണണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ഹർജിക്കാരൻ തന്നെ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി നേരിട്ട് ഈ സിനിമ പരിശോധിക്കാനായിട്ട് പോകുന്നത്. സിനിമ കാണാൻ തീരുമാനിച്ചു, അതാണ് ശരിയായ നടപടി. കണ്ടു കഴിഞ്ഞാൽ ഉള്ളടക്കം അറിയാൻ കഴിയും. സിനിമ കാണാനുള്ള സമയം തീരുമാനിക്കാൻ ഹർജിക്കാരായ നിർമ്മാതാക്കളോട് കോടതി ആവശ്യപ്പെട്ടു. പാലാരിവട്ടത്തെ ലാൽ മീഡിയയിൽ വെച്ചാവും സിനിമ കാണുന്നത്. സിനിമ കാണണം എന്ന ആവശ്യം സെൻസർ ബോർഡിന്റെ അഭിഭാഷകനും മുന്നോട്ട് വച്ചിരുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ റിലീസായി ജനങ്ങളിൽ എത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് അല്ല ആ സിനിമയ്ക്ക് മുമ്പ് ആ സിനിമയ്ക്ക് വേണ്ട മുൻകരുതലെടുത്ത് പ്രദർശിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാം, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇത് കേരളത്തിന് മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കിയത്, ഇന്ത്യ ഒട്ടാകെ ആ സിനിമ സൃഷ്ടിച്ച ഒരു വിവാദം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അപ്പോൾ ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിലവിലെ ഭരണകൂടം BJP അല്ലെങ്കിൽ NDA എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ചോദ്യചിഹ്നത്തിൽ നിന്നിട്ടുള്ള, അല്ലെങ്കിൽ നിലവിലെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, ഇതെല്ലാം ചോദ്യചിഹ്നത്തിൽ നിന്നിട്ടുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിലവിലെ രാഷ്ട്രീയ നേതാക്കൾ പോലും ഇതിന് മറുപടി നൽകേണ്ട അവസ്ഥ വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഈ എമ്പുരാന്റെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങി വരുന്ന ആ സമയത്താണ് ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ ഒരു സിനിമ കൂടി വരുന്നത്. അപ്പോൾ നമുക്ക് സെൻസർ ബോർഡിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം തുടരെ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സിനിമാ മേഖലയിലെ സിനിമാ പ്രവർത്തകർക്കല്ല, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സെൻസർ ബോർഡിന് തന്നെയായിരിക്കും. അത് തീർത്ത് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സംഘപരിവാരത്തെ കുറിച്ച് നമുക്കിനി ആദ്യമേ പറയാം. ഇപ്പോൾ നിലവിൽ ജാനകി എന്ന് പറയുന്ന ഈ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട് JSKക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നം, അത് സംഘപരിവാർ ഉയർത്തിക്കൊണ്ട് വന്നൊരു വിവാദമല്ല. അത് ആദ്യമേ നമുക്ക് പറയാം. കാരണം ആ സിനിമ ഒരു പക്ഷേ റിലീസായതിനു ശേഷം നമുക്കറിയാം എന്ത് രീതിയിലാണ് സംഘപരിവാർ എങ്ങനെയാണ് ഒരു കലാമേഖലയെ അല്ലെങ്കിൽ ഏതൊരു കലാസൃഷ്ടിയെയും വിമർശിക്കുക അല്ലെങ്കിൽ പ്രതിഷേധിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാബു ബജ്രംഗി എന്ന് പറയുന്ന ഒരു പേര് പോലും, ആ പേര് പോലും ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അതേ ചൊല്ലി ഉള്ള ഒരു പ്രശ്നം തന്നെ ആയിരിക്കും ഈ ജാനകി എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ടാവുക എന്നുള്ള ഒരു തീരുമാനത്തിന്മേലായിരിക്കും ഒരു പക്ഷേ സെൻസർ ബോർഡ് ഈ ഒരു കർശനമായിട്ടുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് സമൂഹത്തിലോട്ട് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ മിക്കവരും ഉയർത്തുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ സംഘപരിവാരം അല്ലെങ്കിൽ NDA BJP പോലെയുള്ള രാഷ്ട്രീയ ശക്തികൾ ബ്ലോക്ക് ചെയ്തതിൻ്റെ പകരം ചോദിക്കലായിട്ട് കൂടി JSK സിനിമയെ കാണുന്നുണ്ട്. കാരണം സെൻസർ ബോർഡിനുള്ളിൽ സംഘപരിവാറിനെ അല്ലാതെ കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി ചിലർ ഒരു വാദം ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒന്നും സത്യാവസ്ഥ, നമുക്ക് അതിൻ്റെ ഗ്യാരണ്ടി എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല. അപ്പം നിലവിൽ ഇപ്പം ഈ പ്രശ്നത്തിന്മേൽ ഹൈക്കോടതി നേരിട്ട് കാണുന്നു എന്ന് വരുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് സെൻസർ ബോർഡിനോട് ഇനി ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇനി പ്രദർശിപ്പിക്കാൻ ഇരിക്കുന്ന ഏതൊരു സിനിമയാകട്ടെ, നിങ്ങളൊരു ഇപ്പോൾ ഓൺലൈൻ സൈറ്റ് സെൻസർ ബോർഡ് തന്നെ ഉണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോം. അതിൽ കൃത്യമായിട്ടുള്ള നിയമവശങ്ങൾ, അതിൻ്റെ ഭാരവാഹികൾ ആരൊക്കെയാണ്, അതിൻ്റെ എല്ലാ മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഓൺലൈനിൽ തന്നെ കാണാൻ കഴിയും.
അപ്പോൾ അതിനകത്ത് തന്നെ ഈ സിനിമയിലെ നിർമ്മാതാക്കളായാലും സംവിധായകനായാലും ഡയറക്ടേഴ്സ് ആയാലും അവർക്ക് ഒരു പേര് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യയിൽ ഇന്ന് ഏകദേശം കോടിക്കടുത്ത് സിനിമകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു പക്ഷേ സിനിമകൾ വരുമ്പോൾ പേര് മറ്റു പേരുമായിട്ട് സാമ്യപ്പെടുത്തി അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും സിനിമകൾ ഇറക്കിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവർക്ക് ചിലപ്പോൾ ഇനി സിനിമയുടെ പേര് കിട്ടാതെ ഒരു ബുദ്ധിമുട്ടാവുകയോ അങ്ങനൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സിനിമയുടെ ഇപ്പം നിലവിലുള്ള സിനിമകളുടെ പേര് എന്തായാലും നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി സിനിമകളുടെ പേര് ഉപയോഗിക്കുമ്പോൾ ഏത് പേര് ഉപയോഗിക്കണം, അത് ആ ഓൺലൈൻ സൈറ്റിൽ സെർച്ച് പോയിന്റ് ആയിട്ട് ഇടുക. അന്നേരം ആ പേര് അവിടെ ടൈപ്പ് ചെയ്യുകയും അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം പേര് മറ്റു സിനിമകൾക്കുണ്ടോ എന്നറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് അപ്രൂവൽ ആകുമോ എന്നുള്ളത് കൂടി നമുക്കറിയാൻ സാധിക്കുന്ന രീതിയിൽ ആ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലേ എൻ്റെ ഒരു ആശങ്ക മാത്രമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ദൈവങ്ങളുടെ പേര് അല്ലെന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളുടെ പേര് അല്ലെങ്കിൽ വിശ്വാസ ആചാരം മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉപയോഗിക്കാൻ കഴിയാത്ത ഏതൊക്കെ പേരുണ്ടോ ആ പേരുകളെല്ലാം ബ്ലോക്ക് ലിസ്റ്റിൽ ഇട്ടുകൊണ്ട് ആ ഓൺലൈൻ പ്ലാറ്റ്ഫോം തയ്യാറാക്കുക. 2, അത് കഴിയില്ല, ഈ ഞങ്ങളുടെ വിശ്വാസത്തെയും ഞങ്ങളുടെ മതത്തെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു പേര് പോലും ഈ സിനിമകളിൽ വരാൻ പാടില്ല എന്നാണ് സിനിമാ പ്രേമികൾക്കുള്ളിലുള്ള RSS വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി വരാനിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ആശങ്കയുണ്ട്. കാരണം ഏകദേശം ഇപ്പം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള സംഘപരിവാരത്തിൻ്റെ വക്താക്കൾ പോലും ഇപ്പം നിലവിലെ ഈ ഒരു സെൻസർ ബോർഡിൻ്റെ ഈ ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സിനിമ ഈ സെൻസർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് പോലും പിന്നെ ഓപ്പോസിറ്റായിട്ട് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് ആ സംഘപരിവാരത്തിനുള്ളിൽ തന്നെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരുമുണ്ട്. എങ്കിൽ തന്നെ എന്തൊക്കെ തന്നെ ആയാലും ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കുരുങ്ങിക്കിടക്കുന്നത് സംഘപരിവാരം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.